Hi, hello, welcome back to Learnino. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക് കമ്പോണൻസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്ക് ഏറ്റവും മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇലക്ട്രോണിക് കമ്പോണൻസിനെ കുറിച്ച്. ഓക്കെ, സോ നമുക്ക് ഏതൊക്കെയാണ് ഇലക്ട്രോണിക് കമ്പോണൻസ് ഉള്ളത്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നോക്കാം. ഓക്കെ ഫൈൻ. സോ ദേ ഇവിടെ നിങ്ങൾക്ക് കുറെ ഇലക്ട്രോണിക് കമ്പോണൻസ് കാണാനായിട്ട് പറ്റും. UJT, ഡയോഡ്, ട്രാൻസിസ്റ്റർ, ടണൽ ഡയോഡ്, കപ്പാസിറ്റർ, ഇൻഡക്ടർ, IGBT, റെസിസ്റ്റർ, കുറെ ഇലക്ട്രോണിക് കമ്പോണൻസ് കാണിച്ചിട്ടുണ്ട്. ഇനിയുണ്ട്, നമുക്ക് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ സോ ഇലക്ട്രോണിക് കമ്പോണൻസ് ബേസിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത് electronic components are the basic elements of electronic system which affect the motion of electrons or their associated fields. അതായത് നമ്മുടെ ഇലക്ട്രോൺസിന്റെ മോഷനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ അസോസിയേറ്റഡ് ഫീൽഡിനെ അഫക്റ്റ് ചെയ്യുന്ന ബേസിക് എലമെന്റ്സിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇലക്ട്രോണിക് കമ്പോണൻസിന് 2 or more ടെർമിനൽസ് ഉണ്ടായിരിക്കും. അത് നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ പ്രോപ്പർലി നമ്മൾ കണക്ട് ചെയ്യും. ഇനി നമ്മൾ ഇലക്ട്രോണിക് കമ്പോണൻസിനെ മെയിൻലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ പാസീവ് ആൻഡ് ആക്റ്റീവ്, പാസീവ് കമ്പോണൻസ് ആൻഡ് ആക്റ്റീവ് കമ്പോണൻസ്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പാസീവ് കമ്പോണന്റ് എന്താണ്, ആക്റ്റീവ് കമ്പോണന്റ് എന്താണെന്നൊക്കെ നോക്കണമല്ലോ. So first, components that cannot provide any power gain to the circuit are called passive components. അതായത് നമ്മൾ ഈ കമ്പോണൻസ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്യൂട്ടിൽ ഒരു പവർ ഗെയിൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത കമ്പോണൻസിനെയാണ് നമ്മൾ പാസീവ് കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആക്റ്റീവ് കമ്പോണൻസ് എന്തായിരിക്കും? വിച്ച് ക്യാൻ പ്രൊവൈഡ് എ പവർ ഗെയിൻ ടു എ സർക്യൂട്ട്. വേറെയും ഡെഫിനേഷൻസ് ഉണ്ട്. ഇനി പാസീവ് കമ്പോണൻസ് ഡു നോട്ട് റിക്വയർ എ സോഴ്സ് ഓഫ് എനർജി ടു പെർഫോം ദർ ഇന്റർണൽ ഫംഗ്ഷൻ. നമ്മളിപ്പോ ഒരു സർക്യൂട്ടിൽ ഒരു പാസീവ് കമ്പോണന്റ് യൂസ് ചെയ്യുമ്പോൾ അതിന് ഒരു സോഴ്സ് ഓഫ് എനർജി ആവശ്യമില്ല അതിന്റെ ഫംഗ്ഷൻ പെർഫോം ചെയ്യാനായിട്ട്. And these devices are incapable of controlling the current or energy flow in the circuit and need the help of active devices to operate. അപ്പൊ എന്താ പറയുന്നത്? ഈ പാസീവ് കമ്പോണൻസിന് ആ ഒരു സർക്യൂട്ടിലെ കറണ്ട് ഫ്ലോ കൺട്രോൾ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഒന്നുമില്ല. മാത്രമല്ല അതിന് ഫംഗ്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തിന്റെ സഹായം കൂടെ വേണം? ആക്റ്റീവ് ഡിവൈസസിന്റെ ഹെൽപ്പ് കൂടെ ആവശ്യമാണ്. ഫൈൻ. ഇനി നമുക്ക് പാസീവ് കമ്പോണൻസിനെ തന്നെ അഗൈൻ രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ദാറ്റ് ഈസ് ദോസ് വിച്ച് ഡിസിപ്പേറ്റ് എനർജി. ഓക്കെ, ദോസ് വിച്ച് ഡിസിപ്പേറ്റ് എനർജി ആൻഡ് ദോസ് വിച്ച് സ്റ്റോർ എനർജി. എനർജി സ്റ്റോർ ചെയ്യുന്നതും എനർജി ഡിസിപ്പേറ്റ് ചെയ്യുന്നതും. സോ ദ റെസിസ്റ്റർ ഈസ് എക്സാമ്പിൾ ഫോർ the passive components which dissipate energy, and inductor and capacitor are the examples for passive components which store energy. Okay, അപ്പൊ എന്താണ് passive component എന്നുള്ളത് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ആക്റ്റീവ് കമ്പോണൻസ് എന്താണെന്നുള്ളത് നോക്കാം. സോ ആക്റ്റീവ് കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that can provide a power gain to the circuit. Okay, സർക്യൂട്ടിലേക്ക് ഒരു പവർ ഗെയിൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. And they require a source of energy to perform their intended function. അതിന്റെ ഫംഗ്ഷൻ പെർഫോം ചെയ്യാനായിട്ട് എന്ത് വേണം? സോഴ്സ് ഓഫ് എനർജി ആവശ്യമാണ് ആക്റ്റീവ് കമ്പോണൻസിന്. അപ്പൊ എന്താണ് ആക്റ്റീവ് കമ്പോണൻസിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കണമല്ലോ. നമ്മൾ പാസീവ് കമ്പോണൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത പോലെ തന്നെ ആക്റ്റീവ് കമ്പോണൻസിലും നമുക്ക് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ട്യൂബ് ടൈപ്പ് ആൻഡ് സെമി കണ്ടക്ടർ ടൈപ്പ്. അപ്പൊ ട്യൂബ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമൊക്കെ യൂസ് ചെയ്തിരുന്ന കമ്പോണൻസ് ആണ്. ഇപ്പൊ നമ്മൾ അധികം യൂസ് ചെയ്യുന്നത് വാക്വം ഡയോഡ്, വാക്വം ട്രയോഡ്, വാക്വം ടെട്രോഡ്, ഗ്യാസ് ഡയോഡ്, ടെട്രോഡ്, ഇതൊക്കെയാണ് ട്യൂബ് ടൈപ്പ്. ഇപ്പൊ നമ്മൾ സെമി കണ്ടക്ടർ ഡിവൈസസ് ആണ് അല്ലെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് BJT, FET, UJT, SCR, ZENER, ഡയോഡ്, ഇതൊക്കെയാണ് ആക്റ്റീവ് കമ്പോണൻസ് വരുന്നത്. സോ പാസീവ് കമ്പോണൻസ് എന്താണ്, ആക്റ്റീവ് കമ്പോണൻസ് എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഫൈൻ. ഓക്കെ, ഓക്കെ ഫൈൻ. സോ നമ്മൾ ഇനി പാസീവ് കമ്പോണൻസിൽ നമുക്ക് മൂന്ന് ടൈപ്പ് ഉള്ളത്. റെസിസ്റ്ററും കപ്പാസിറ്ററും ഇൻഡക്ടറും. ഈ മൂന്ന് കമ്പോണൻസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. So the first one we have resistor. Resistor എല്ലാവർക്കും അറിയുന്നുണ്ടാവും
അല്ലെ നമ്മളെ ഏതൊരു സർക്യൂട്ട് ചെയ്യുകയാണെങ്കിലും അതിനകത്തുള്ള ഒരു മെയിൻ കമ്പോണന്റ് ആണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. റെസിസ്റ്റർ ഈസ് എ പാസീവ് ടു ടെർമിനൽ കമ്പോണന്റ് ദാറ്റ് ഇംപ്ലിമെന്റ്സ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആസ് എ സർക്യൂട്ട് എലമെന്റ്. അപ്പോൾ നമ്മളുടെ സർക്യൂട്ടിൽ ഒരു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു പാസീവ് ടു ടെർമിനൽ ആയിട്ടുള്ള കമ്പോണന്റ് ആണ് നമ്മളുടെ റെസിസ്റ്റർ എന്ന് പറയുന്നത്. റെസിസ്റ്ററിന്റെ ഒരു ഫിഗർ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ റെസിസ്റ്ററിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇതിനകത്തുള്ള ഈ റിങ്സ് ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ കളർ കോഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കളർ കോഡ് വെച്ചിട്ടാണ് ഇതിന്റെ വാല്യൂ എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ റെസിസ്റ്ററിന്റെ കളർ കോഡിങ് യൂസ് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കുന്നതിന്റെ വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം, കാരണം അതിൽ കുറച്ചധികം പറയാനുണ്ട്. സോ ദിസ് ഈസ് അവർ റെസിസ്റ്റർ. ഇനി റെസിസ്റ്റർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഏതൊരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് എടുത്താലും ഇലക്ട്രോണിക് സർക്യൂട്ട് എടുത്താലും അതിനകത്ത് കോമൺ ആയിട്ട് വരുന്നതാണ് റെസിസ്റ്റർ. അപ്പൊ അത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ടു ലിമിറ്റ് കറന്റ് ഫ്ലോ, ടു അഡ്ജസ്റ്റ് സിഗ്നൽ ലെവൽ, ബയസ് ആക്റ്റീവ് എലമെന്റ്സ്, ടെർമിനേറ്റ് ട്രാൻസ്മിഷൻ ലൈൻസ് എമംഗ് അതർ യൂസസ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിനൊക്കെ വെച്ചാൽ കറന്റ് ഫ്ലോ ലിമിറ്റ് ചെയ്യാനും, സിഗ്നൽ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനും, ആക്റ്റീവ് എലമെന്റ്സിനെ ബയസ് ചെയ്യാനും, ട്രാൻസ്മിഷൻ ലൈനിന്റെ ടെർമിനേഷൻ, ഇതിനൊക്കെയാണ് നമ്മൾ റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ റെസിസ്റ്ററിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ പറയാണ്ട്, ദാറ്റ് ഈസ് ഓംസ് ലോ. നമുക്കറിയാം V is equal to IR. Ohm's law states that the voltage V across a resistor is proportional to the current I, where the constant of proportionality is resistance R. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? റെസിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്ന ഓംസിലാണ്, അല്ലെ? ഓംസിലാണ്. ഇനി റെസിസ്റ്ററിലും ക്ലാസിഫിക്കേഷൻ ഉണ്ട്, രണ്ട് ടൈപ്പ് ഉണ്ട്. That is fixed resistor and variable resistor. അപ്പൊ അതെന്താണെന്ന് നോക്കണ്ടേ? ഓക്കെ, അപ്പൊ ഫിക്സഡ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഫിക്സഡ് റെസിസ്റ്റർ. ഓക്കെ, അതായത് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഫിക്സഡ് വാല്യൂ വരുന്നതാണ് നമ്മൾ ഫിക്സഡ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. കാർബൺ കമ്പോസിഷൻ റെസിസ്റ്റർ, കാർബൺ പൈൽ റെസിസ്റ്റർ, carbon film resistor, thick film resistor, thin film resistor, metal film resistor, metal oxide film resistor, wire wound resistor, foil resistor, ammeter shunt resistor, grid resistor, ഇതെല്ലാം fixed resistors examples ആണ്. ഇനി വേരിയബിൾ റെസിസ്റ്ററിൽ വരുന്നതാണ് പൊട്ടൻഷ്യോമീറ്റർ, അല്ലെ? നമ്മള് +2 ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസ് വേരി ചെയ്യാം. അതേപോലെ തന്നെ റെസിസ്റ്റൻസ് ഡീക്കേഡ് ബോക്സസ്. അപ്പൊ ഇത് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസിന്റെ വാല്യൂ വേരി ചെയ്ത് യൂസ് ചെയ്യും. പൊട്ടൻഷ്യോമീറ്ററിൽ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് റെസിസ്റ്റൻസ് വാല്യൂ ചെയ്തിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഏതൊക്കെ ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് ആണുള്ളത്? ഫിക്സഡ് റെസിസ്റ്റേഴ്സ് ആൻഡ് വേരിയബിൾ റെസിസ്റ്റേഴ്സ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കപ്പാസിറ്ററിനെ കുറിച്ചാണ്. സോ കപ്പാസിറ്റർ അല്ലെങ്കിൽ നമ്മൾ കണ്ടൻസർ എന്ന് പറയും. അഗെയിൻ ഒരു പാസീവ് ആയിട്ടുള്ള ടു ടെർമിനൽ ഡിവൈസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജി ടെമ്പററിലി ഇൻ എൻ ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് ടെമ്പററി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനാണ്? എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. നമ്മൾ ചാർജിങ് ഒക്കെ പഠിക്കുമ്പോൾ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്ങിലൊക്കെ മെയിൻ ആയിട്ട് വരുന്ന ഒരു കമ്പോണന്റ് ആണ് ഇത് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. സോ ഇതേ ഇവിടെ കുറച്ച് കപ്പാസിറ്ററിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. കപ്പാസിറ്ററിൽ നമുക്ക് ടൈപ്സ് ഉണ്ട് കേട്ടോ. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, സെറാമിക് കപ്പാസിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ കുറെ ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് കാണിച്ചിട്ടുണ്ട്. സോ ഇതിൽ ഇത് ആണ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്നതൊക്കെയാണ് സെറാമിക് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു there are different forms of capacitor but all contain at least 2 plates, conductors separated by a dielectric. ഇനിയിപ്പോ ഏത് ടൈപ്പ് ഓഫ് കപ്പാസിറ്ററും ആയിക്കോട്ടെ അതിനകത്ത് രണ്ട് പ്ലേറ്റ് ആണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് കണ്ടക്ടേഴ്സ് ആയിരിക്കും. അതിന്റെ ഇടയിൽ ഡയലക്ട്രിക്, സെപ്പറേറ്റഡ് ബൈ എ ഡയലക്ട്രിക്. അപ്പോൾ ഈ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് തിൻ ഫിലിം ആവാം, ഫോയിൽ ആവാം, കണ്ടക്റ്റീവ് ആയിട്ട് ഇലക്ട്രോലൈറ്റ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഡയലക്ട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോൺ കണ്ടക്ടിങ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ആക്ട്സ് ടു ഇൻക്രീസ് കപ്പാസിറ്റേഴ്സ് ചാർജ് കപ്പാസിറ്റി. ചാർജിങ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാനാണ് ഈ ഡയലക്ട്രിക് യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഗ്ലാസ്, സെറാമിക്, അതുപോലെ എയർ, വാക്വം, പേപ്പർ, മൈക്ക ഓക്സിഡറി, ഇതൊക്കെയാണ് നമ്മൾ ആ ഡയലക്ട്രിക് ആയിട്ട് അത് രണ്ട് കപ്പാസിറ്റേഴ്സിന്റെയും നമ്മൾ ആ പ്ലേറ്റുകളുടെ ഇടയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡയലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കപ്പാസിറ്ററിന്റെ ഒരു എക്സ്പ്രഷൻ നമ്മൾ നോക്കാൻ, ദാറ്റ് ഇസ് C is equal to Q by V. അതായത് ഒരു ഐഡിയൽ കപ്പാസിറ്റർ നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യുന്നത് ബൈ കോൺസ്റ്റന്റ്, ദാറ്റ് ഇസ് കപ്പാസിറ്റൻസ്, ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ്
charge on each conductor to the voltage between them. C is equal to Q by V എന്നാണ് അതിന്റെ relation വരുന്നത്, charge by voltage. Okay, capacitance is a measure of capacitor's ability to store charge. അത് capacitance എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കപ്പാസിറ്ററിന് എത്രത്തോളം ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു എബിലിറ്റി ആണ് യൂണിറ്റ് ഫാരഡ്സ്. ഓക്കെ, ഇനി കപ്പാസിറ്ററിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്, റെസിസ്റ്റർ ഉള്ളത് പോലെ തന്നെ, that is fixed type and variable type. So നമ്മൾ ഫസ്റ്റ് ഫിക്സഡ് കപ്പാസിറ്റർ എന്താണെന്ന് നോക്കുന്നത്. ഫിക്സഡ് കപ്പാസിറ്റർ is constructed in such a manner that it possesses a fixed value of capacitance which cannot be adjusted. ആ പേര് പോലെ തന്നെയാണ്, അതിന്റെ വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതൊരു ഫിക്സഡ് വാല്യൂ ആണ് ഉണ്ടാവുക. അത് നമ്മൾ ഇനി ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട്, അതിലുള്ള ഡൈലക്ട്രിക്കിനനുസരിച്ച്, ദാറ്റ് ഈസ് പേപ്പർ, സെറാമിക്, പ്ലാസ്റ്റിക്, ഫില്ലിംഗ്, മൈക്ക, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ. ഓക്കെ, ഇതെല്ലാം ഫിക്സഡ് കപ്പാസിറ്റേഴ്സ് ആണ്. അതിലുള്ള ഡൈലക്ട്രിക് യൂസ് ചെയ്തിരിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ ഒക്കെ വരുന്നത്. ആൻഡ് വേരിയബിൾ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് അതിന്റെ കപ്പാസിറ്റൻസ് വേരി ചെയ്യാൻ പറ്റും. അത് രണ്ട് ടൈപ്പ് ആണുള്ളത്, മെക്കാനിക്കലി കൺട്രോൾഡ് ഉണ്ട്, ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ഉണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് കപ്പാസിറ്റേഴ്സ്. ഇനി നമുക്ക് പറയാനുള്ള മൂന്നാമത്തെ പാസീവ് കമ്പോണന്റ് എന്ന് പറയുന്നത് ഇൻഡക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇൻഡക്ടർ എന്ന് പറയുന്നത് ശരിക്കും ഒരു കോയിൽ, ഒരു റിയാക്ടർ എന്നൊക്കെ പറയുന്നത്. അഗൈൻ എ പാസീവ് ടു ടെർമിനൽ ഇലക്ട്രിക്കൽ കമ്പോണന്റ് വിച്ച് വുഡ് റെസിസ്റ്റ് ചേഞ്ചസ് ഇൻ ഇലക്ട്രിക് കറന്റ് പാസിംഗ് ത്രൂ ഇറ്റ്. ഓക്കെ, അതായത് അതിൽ കൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് കറന്റിനെ റെസിസ്റ്റ് ചെയ്യാണ് അത് ചെയ്യുന്നത്. അതിനകത്ത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കണ്ടക്ടർ സച്ച് ആസ് എ വയർ യൂഷ്വലി വൗണ്ട് ഇൻ ടു എ കോയിൽ. ഒരു കോയിൽ ആയിട്ട് വൗണ്ട് ചെയ്തിട്ടായിരിക്കും ഈ ഇൻഡക്ടേഴ്സ് ഉണ്ടാവുന്നത്. സോ ഇവിടെ ഒരു ഇൻഡക്ടറിന്റെ ഫിഗർ കണ്ടില്ലേ, ഇങ്ങനെ വയർ ഇങ്ങനെ ഒരു കോയിൽ പോലെ വൗണ്ട് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ ഇൻഡക്ടർ എന്ന് പറയുന്നത്. ഇനി ഇൻഡക്ടറിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കേണ്ടേ. എനർജി ഈസ് സ്റ്റോർഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ കോയിൽ ആസ് ലോങ് ആസ് കറന്റ് ഫ്ലോസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു കോയിലിൽ നമ്മൾ പറഞ്ഞു, അതിലെ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ എനർജി സ്റ്റോർ ചെയ്യുന്നത്, എനർജി സ്റ്റോർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ കോയിൽ. ഓക്കെ, ആ കോയിലിലെ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ എനർജി സ്റ്റോർ ചെയ്യുന്നത് when current flowing through an inductor changes the time varying magnetic field induces a voltage in the conductor according to Faraday's law of electromagnetic induction. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് EMF എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് ഈ കോയിലിൽ കൂടെയുള്ള കറന്റ് ഫ്ലോ ചേഞ്ച് ചെയ്യുമ്പോൾ the time varying magnetic field induces a voltage in the conductor. ഓക്കെ, അങ്ങനെ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്ന ഈ വോൾട്ടേജ് നമ്മൾ EMF, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയും. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് കൊണ്ട് നമുക്ക് എന്തുണ്ടാവും, EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇനി അതിൽ നമ്മൾ രണ്ട് ലോസ് ആണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത്, ഫാരഡേസ് ലോവും ലെൻസസ് ലോവും. ലെൻസസ് ലോയിൽ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് the direction of induced electromotive force is always such that it opposes a change in current. അതായത് കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് കറണ്ടിന്റെ ചേഞ്ച് വരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ EMF വരുന്നത്. അത് എപ്പോഴും എന്തായിരിക്കും, അതിനെ ഓപ്പോസ് ചെയ്തുകൊണ്ടായിരിക്കും, അതിന്റെ ഡയറക്ഷൻ ആണ്. ആ EMF ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ച് പറയുന്നത്. ലെൻസസ് ലോ പറയുന്നത് എന്താണ്, the direction of induced EMF എന്ന് പറയുന്നത് is always such that it opposes a change in current. അതിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ കറന്റിനെ ഓപ്പോസ് ചെയ്തിട്ടായിരിക്കും വരിക. ഓക്കെ, സോ ആസ് എ റിസൾട്ട് ഇൻഡക്ടർ ഓൾവേസ് ഓപ്പോസ് എ ചേഞ്ച് ഇൻ കറന്റ്. അപ്പൊ ഇൻഡക്ടർ എപ്പോഴും ചേഞ്ച് ഇൻ കറന്റിനെ ഓപ്പോസ് ചെയ്തുകൊണ്ടായിരിക്കും വരുന്നത്. നൗ നമുക്ക് ഇൻഡക്ടർ നമ്മൾ കപ്പാസിറ്ററിനെ കപ്പാസിറ്റൻസ് വെച്ച് പറഞ്ഞതുപോലെ തന്നെ ഇൻഡക്ടറിനെ നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഇൻഡക്ടൻസ് വെച്ചിട്ടാണ്. ദ റേഷ്യോ ഓഫ് വോൾട്ടേജ് ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറന്റ് ആണ്. യൂണിറ്റ് ഹെൻറീസ് ആണ്. ഇനി ഇൻഡക്ടറിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അല്ല കോറിന്, അതിൽ യൂസ് ചെയ്യുന്ന കോറിന് അനുസരിച്ചാണ് എയർ കോർ, അയൺ കോർ, ഫെറൈറ്റ് കോർ, ലാമിനേറ്റഡ് കോർ, ഫെറൈറ്റ് കോർ, ബോബിൻ ബേസ്ഡ് ഇൻഡക്ടർ, മൾട്ടി ലെയർഡ് സെറാമിക് ഇൻഡക്ടർ, ഫിലിം ഇൻഡക്ടർ, ടൊറോയിഡൽ ഇൻഡക്ടർ, കപ്പിൾഡ് ഇൻഡക്ടർ, വേരിയബിൾ ഇൻഡക്ടർ, ഇതൊക്കെയാണ് അതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ആക്റ്റീവ് കമ്പോണൻസ്. ഓക്കെ, അടുത്തത് നമ്മൾ ആക്റ്റീവ് കമ്പോണൻസ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ ആക്റ്റീവ് കമ്പോണൻസ് നമുക്കൊരു 3 ക്ലാസിഫിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ഓക്കെ, ഡയോഡ്സിൽ നമുക്ക് ജംഗ്ഷൻ ഡയോഡ്, LED, ഫോട്ടോ ഡയോഡ്, പിൻ ഡയോഡ്, ഷോട്ട്കി ഡയോഡ്, ടണൽ ഡയോഡ്, വരക്ടർ ഡയോഡ് ആൻഡ് സെനർ ഡയോഡ്. അതേപോലെ ട്രാൻസിസ്റ്റർ ടൈപ്പിലാണെങ്കിൽ നമുക്ക് BJT. നമ്മൾ എപ്പോഴും ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ BJT മാത്രം എന്ന് വിചാരിക്കും. BJT, FET, IGBT, UJT ഇതെല്ലാം ട്രാൻസിസ്റ്ററിന്റെ ടൈപ്സിൽ വരുന്നതാണ്. ഓക്കെ, then we have integrated circuits. So ഓരോന്നും നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം.
Okay, so the first one, PN junction diode. Okay, so PN junction diode എന്ന് പറയുന്നത് again നമ്മൾ active components നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഈ ഡയോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡയോഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് എ ക്രിസ്റ്റൽ ഓഫ് സെമി കണ്ടക്ടർ, യൂഷ്വലി സിലിക്കൺ അല്ലെങ്കിൽ ജർമേനിയ ആയിരിക്കും, അല്ലെങ്കിൽ ഗാലിയം ആർസനൈഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ ഒരു PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞാൽ പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും യൂസ് ചെയ്തിട്ടാണ് PN ജംഗ്ഷൻ ഡയോഡ് ഉണ്ടാക്കുന്നത്. So impurities are added to it to create a region on one side that contains negative charge carriers called an n-type semiconductor, and a region on the other side that contains positive charge carriers called a p-type semiconductor. Okay, അതായത് ഈ മെറ്റീരിയലിൽ നമ്മൾ സെമികണ്ടക്ടർ മെറ്റീരിയൽ ഒരു റീജിയൻ നമ്മൾ എന്തായിട്ടാണ് നെഗറ്റീവ് ചാർജ് കാരിയേഴ്സ് ആയിട്ടും മറ്റൊരു റീജിയൻ അതർ സൈഡ് എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജ് കാരിയേഴ്സ് ഹോൾസ് വരുന്ന രീതിയിലുമാണ് ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് വൺ സൈഡ് ഈസ് എൻ ടൈപ്പ് ആൻഡ് വൺ സൈഡ് ഈസ് പി ടൈപ്പ്. ഒരു ഭാഗത്ത് നമ്മൾ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ട് ഹോൾസും ഒരു ഭാഗത്ത് മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ട് ഇലക്ട്രോൺസും വരുന്ന രീതിയിൽ നമ്മൾ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്ത് ഡോപ്പ് ചെയ്തിട്ടാണ് PN ജംഗ്ഷൻ ഡയോഡ് നമ്മൾ ഉണ്ടാക്കുന്നത്. സോ ഹിയർ ഡയോഡിന്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഡയോഡിന്റെ രണ്ട് ടെർമിനൽ ഉണ്ട്. ഓക്കെ, ഒന്ന് ആനോഡും ഒന്ന് കാഥോഡും. ആനോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടെർമിനൽ, കാഥോഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടെർമിനൽ. ഈ റിംഗ് വരുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, ഇതാണ് നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത്. ഓക്കെ, ആനോഡ് പോസിറ്റീവ്, കാഥോഡ് നെഗറ്റീവ്. അപ്പൊ ഈ നെഗറ്റീവ് ടെർമിനൽ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ റിംഗ് വെച്ച് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഡയോഡ് എന്ന് പറയുന്നത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. Okay, light emitting diode, it is a two terminal semiconductor light source. It is a PN junction diode which emits light when forward biased. അതായത് ഇതൊരു PN junction diode തന്നെയാണ്. നമ്മൾ അത് ഫോർവേഡ് ബയസ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഡയോഡിനെയാണ് നമ്മൾ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയുന്നത്. So when voltage is applied to the terminal to form forward bias condition, electrons recombine with holes and release energy in the form of photons. നമുക്കറിയാം PN junction diode നമ്മൾ ഫോർവേഡ് ബയസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ സംഭവിക്കും അല്ലെ. അപ്പൊ ഈ ഇലക്ട്രോൺ ഹോൾ റീകമ്പൈൻ ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജി ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഫോട്ടോൺസ് ആയിട്ട് റിലീസ് ചെയ്യുന്ന ഡയോഡുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയുന്നത്. And the effect is called electroluminescence, and the color of the light emitted is determined by the energy band gap of semiconductor. Semiconductor energy band gap അനുസരിച്ചിട്ടാണ് നമുക്ക് LEDs പല കളറിലുണ്ട് അല്ലെ. ഇപ്പൊ ഇവിടെ ഒരു LED കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ ബാൻഡ് ഗ്യാപ്പിന് അനുസരിച്ചിട്ടാണ് നമുക്ക് കളർ വരുന്നത്. So that is LED. And the next one is photodiode. Okay, ഇപ്പൊ photodiode എന്ന് പറയുന്നത് it is a device that converts light into current. Okay, ഇപ്പൊ ലൈറ്റിനെ കറണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡയോഡാണ് ഫോട്ടോഡയോഡ് എന്ന് പറയുന്നത്. The current is generated when photons are absorbed in the photodiode. നേരത്തെ നമ്മൾ LEDയുടെ കാര്യം പറഞ്ഞപ്പോഴെന്താണ് നമ്മൾ വോൾട്ടേജ് അപ്ലൈ നമ്മൾ അതായത് ഒരു ഡയോഡിനെ നമ്മൾ ഫോർവേഡ് ബയസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടക്കുമ്പോൾ എനർജി റിലീസ് ചെയ്യുന്നത് ഫോട്ടോൺസ് ആയിട്ട്. പക്ഷെ ഫോട്ടോഡയോഡിൽ എന്താ സംഭവിക്കുന്നത്, ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്തിട്ട് എന്താണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്, കറണ്ട് ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോട്ടോഡയോഡ് എന്ന് പറയുന്നത്. A small amount of current is also produced when no light is present, which is called as dark current. ഇനി നമ്മൾ ഒരു ചെറിയ amount of current, ഒരു ലൈറ്റ് അബ്സോർപ്ഷൻ ഒന്നും ഇല്ലാത്ത സമയത്ത്, ലൈറ്റ് പ്രസന്റ് അല്ലാത്ത സമയത്ത് ഒരു ചെറിയ amount of current produce ചെയ്യും, and it is called as dark current. So this is a figure of photodiode. Next we have pin diode. Okay, pin diode ന് 3 sections ഉണ്ട്. Okay, PIN അതാണ് 3 section. That is an untopped high resistivity intrinsic semiconductor region sandwiched between a p-type semiconductor region and an n-type semiconductor region. അതായത് ഒരു untopped ആയിട്ടുള്ള high resistivity ഉള്ള ഒരു intrinsic semiconductorനെ നമ്മൾ ഒരു സാൻഡ്വിച്ച് ചെയ്ത പോലെ, ഒരു ഭാഗത്ത് p-type semiconductorഉം ഒരു ഭാഗത്ത് n-type semiconductorഉം. അതാണ് പിൻ ഡയോഡ് എന്ന് പറയുന്നത്. The p-type and n-type regions are typically heavily doped because they are used for ohmic contacts. അപ്പൊ ഇതിൽ ഈ p-typeഉം n-typeഉം heavily doped ആയിരിക്കും. അല്ല, നടുവിൽ വരുന്ന പോർഷൻ എന്ന് പറയുന്നത് അത് അൺടോപ്ഡ് ഹൈ റെസിസ്റ്റിവിറ്റി ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആയിരിക്കും. ദാറ്റ് ഈസ് പിൻ ഡയോഡ്. And next we have Schottky diode. Okay, അപ്പൊ Schottky diode എന്ന് പറയുന്നത് it is also known as hot carrier diode, and it is a special purpose diode. It is constructed as a metal semiconductor junction
One side of the junction is metal and the other side of the junction is an n-type doped silicon. ഈ ഷോട്ട്കി ഡയോഡ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ പർപ്പസ് ഡയോഡ് ആണ്. അതൊരു മെറ്റൽ സെമികണ്ടക്ടർ ജംഗ്ഷൻ ആയിട്ട്, അതായത് ഒരു സൈഡ് എന്ന് പറയുന്നത് മെറ്റൽ, ഇപ്പൊ ഗോൾഡ് സിൽവർ പ്ലാറ്റിനം ഒക്കെ ആവാം, മറ്റേ സൈഡ് എന്ന് പറയുന്നത് ഒരു n-type doped സിലിക്കണും. ഓക്കെ, ഇൻ ബോത്ത് മെറ്റീരിയൽ ഇലക്ട്രോൺസ് ആണ് ഇവിടെ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ട് വരുന്നത്. മെറ്റൽ സൈഡ് ആക്ട് ആസ് എൻ ആനോഡ് ആൻഡ് n-type സെമികണ്ടക്ടർ ഒരു കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഡയോഡിനെയാണ് നമ്മൾ ഷോട്ട്കി ഡയോഡ് എന്ന് പറയുന്നത്. And next diode is tunnel diode. Tunnel diode ന്റെ മറ്റൊരു പേരാണ് ഇസാക്കി diode. It is a high conductivity two terminal PN junction diode. It is heavily doped that and conventional. ഇതെല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ PN junction diode തന്നെയാണ്. അതിലെ ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്ന രീതിയിൽ ഉള്ള ഡയോഡ്സ് ആണ്. ഓക്കെ, മാനുഫാക്ചറിംഗ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ കൺവെൻഷണൽ ജംഗ്ഷൻ ഡയോഡിനേക്കാളും കുറച്ചും കൂടി ഡോപ്പ് ചെയ്തതാണ് ഈ ടണൽ ഡയോഡ് എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് ഹെവി ഡോപ്പിംഗ് ഡിപ്ലീഷൻ റീജിയൻ വിഡ്ത്ത് വളരെ കുറവായിരിക്കും. ദ ചാർജ് കാരിയേഴ്സ് ഡയറക്ട്ലി പഞ്ച് ത്രൂ ദ ബാരിയർ ഈവൻ ടു ദ ഡു നോട്ട് പോസസ് ഇനഫ് എനർജി ടു ഓവർകം ദ പൊട്ടൻഷ്യൽ ബാരിയർ. ഇപ്പൊ സാധാരണ ഡയോഡിന്റെ കേസിൽ എന്താണ്, നമ്മള് പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ടാവും, അപ്പൊ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അതിനേക്കാൾ കൂടുതലാവുമ്പോഴാണ് അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുക. പക്ഷെ ഇവിടെ നമുക്ക് ആ ഡിപ്ലീഷൻ റീജിയൻ വളരെ ചെറുതായതുകൊണ്ട് ഈ കാരിയേഴ്സിന് ദേ ക്യാൻ ഡയറക്ട്ലി പഞ്ച് ത്രൂ ദ ബാരിയർ ഈവൻ ടു നമുക്ക് അത്രയും ഇനഫ് എനർജി ഇല്ലെങ്കിൽ പോലും, അതായത് പൊട്ടൻഷ്യൽ ബാരിയർ ഓവർകം ചെയ്യാനുള്ള എനർജി ഇല്ലെങ്കിൽ പോലും അതിന് എന്ത് ചെയ്യാൻ പറ്റും, പഞ്ച് ത്രൂ, അതിനെ ആ ജംഗ്ഷനിൽ കൂടെ മൂവ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. ദിസ് മെക്കാനിസം ഓഫ് കണ്ടക്ഷനെയാണ് നമ്മൾ ടണലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ലാർജ് ഫോർവേഡ് കറന്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് റിലേറ്റീവ്ലി ലെസ് ഫോർവേഡ്. ചെറിയ വോൾട്ടേജ് കൊടുക്കുമ്പോൾ തന്നെ കൂടുതൽ നമുക്ക് ഫോർവേഡ് കറന്റ് ടണൽ ഡയോഡ് യൂസ് ചെയ്ത് കിട്ടും. ആൻഡ് നെക്സ്റ്റ് വൺ is a varactor diode. Varactor diode എന്ന് പറയുന്നതിന് വേറെ പേരുകളുണ്ട്. വാരിക്യാപ്, വോൾട്ട് ക്യാപ്, എപ്പിക്യാപ്, BVC, വോൾട്ടേജ് വേരിയബിൾ കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ട്യൂണിംഗ് ഡയോഡ് എന്നൊക്കെ പറയും. It is a voltage dependent variable capacitor ആണ്. Actually varactors are operated in a reverse bias state and no DC current flows through the device. Reverse bias state ലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. The amount of reverse bias controls the thickness of the depletion zone and therefore the varactor's junction capacitance. അപ്പൊ അതൊരു ട്യൂണിംഗ് ഡയോഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആക്ച്വലി varactor diode എന്ന് പറയുന്നത്. And then we have ZENER diode. ZENER diode എന്ന് പറയുന്നത് ആക്ച്വലി റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡയോഡാണ്. ഇതിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ഡയോഡ് എന്ന് പറയുന്നു. Especially designed for operation in breakdown region in the reversed biased condition. Diode may use either ZENER breakdown mechanism or avalanche breakdown mechanism. ZENER diode is like an ordinary PN junction diode except that it is properly doped so as to have sharp breakdown voltage. സാധാരണ ഡയോഡ് നമുക്കറിയാം റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതിൽ നമുക്ക് റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ രണ്ട് ബ്രേക്ക് ഡൗൺ ഉണ്ട്, സെനർ ബ്രേക്ക് ഡൗൺ മെക്കാനിസം, അവലാഞ്ചി ബ്രേക്ക് ഡൗൺ മെക്കാനിസം. അപ്പോ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡയോഡിനെയാണ് നമ്മൾ സെനർ ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എ ഫിഗർ ഓഫ് എ സെനർ ഡയോഡ്. ഓക്കെ, നമ്മൾ അപ്പൊ ഡയോഡിന്റെ കേസ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് ട്രാൻസിസ്റ്റേഴ്സിലേക്കാണ്. So the first one is BJT, bipolar junction transistor. ഇപ്പൊ BJT എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു 3 layer 2 junction 3 terminal bipolar semiconductor device ആണ്. അപ്പൊ 2 junctions ഉണ്ടാവും, 3 terminal ഉണ്ടാവും. അതിന് നമ്മൾ ബേസ്, കളക്ടർ, എമിറ്റർ എന്നാണ് പറയുക. സെപ്പറേറ്റഡ് ബൈ 2 PN junctions. ഇതൊക്കെയാണ് നമ്മൾ ഒരു ട്രാൻസിസ്റ്ററിന്റെ ഫിഗർ കാണിച്ചിരിക്കുന്നത്. ഇനി അതിൽ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്, NPN ട്രാൻസിസ്റ്റർ ഉണ്ട്, PNP ട്രാൻസിസ്റ്റർ ഉണ്ട്. NPN ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ thin and lightly doped p-type base is sandwiched between a heavily doped n-type emitter and another n-type collector. PNP ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാലോ a thin and lightly doped n-type base is sandwiched between a heavily doped p-type emitter and another p-type collector. ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ +2 ലെവലിൽ തന്നെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഒരു ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്ന് നോക്കാം. സോ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു 3 ടെർമിനൽ യൂണിപോളാർ സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. സോ അതിന് നമുക്ക് 3 ടെർമിനൽസ് ആണ്. നമ്മൾ BJTയിൽ നമ്മൾ എമിറ്റർ ബേസ് കളക്ടർ പറയുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് ഡ്രെയിൻ സോഴ്സും ഗേറ്റും ആണ് പറയുന്നത്. ഇനി ഫെറ്റിലെ ക്ലാസിഫിക്കേഷൻസ് വരുന്ന N ചാനൽ ഫെറ്റ്, അതുപോലെ തന്നെ P ചാനൽ ഫെറ്റ്. ഫെറ്റിനെ കുറിച്ച് നമുക്ക് കുറെ അധികം പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് ഫെറ്റ് മാത്രമായിട്ട് ലെക്ചറിൽ നോക്കാം. ഓക്കെ, ഇപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് ഏതൊക്കെയാ കമ്പോണൻസ് എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. ഓക്കെ,
ഇനി അപ്പൊ അതിൽ തന്നെ ഫെറ്റിൽ നമുക്ക് വരുന്ന ഒരു രണ്ട് ടൈപ്പ് ആണ്. ഒന്ന് ജംഗ്ഷൻ ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്ററും പിന്നെ മോസ്ഫെറ്റ്, അതായത് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്റർ. ഓക്കെ, സോ ഇതാണ് ഫെറ്റിന്റെ ഇമേജസ് എന്ന് പറയുന്നത്. Next one is IGBT, that is insulated gate bipolar transistor. It is also a 3-terminal power semiconductor device primarily used as an electronic switch. ഒരു electronic switch ആയിട്ട് യൂസ് ചെയ്യുന്നതിലാണ്. ഇനി അതിൽ 4 layers ആണ് വരുന്നത്. അത് 4 alternating layers PN ആയിട്ടാണ്. That are controlled by a metal oxide semiconductor gate structure without regenerative action. So that is an IGBT. And next one is a UJT. It is a 3-lead electronic semiconductor device with only one junction that acts exclusively as an electrically controlled switch. Okay, അപ്പൊ ഈ UJT എന്ന് പറയുന്നത് ഒരു ജംഗ്ഷൻ മാത്രം ഒരു ഇലക്ട്രിക്കലി കൺട്രോൾഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. 3 ടെർമിനലാണുള്ളത്, എമിറ്ററും 2 ബേസും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഡബിൾഡ് ബേസ് ഡയോഡ് എന്നും ഒരു പേര് പറയുന്നുണ്ട്. UJT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ്. യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ വിത്ത് 3 terminals, 1 emitter and 2 bases. Okay. ഓക്കെ, നമുക്ക് ഇനി പറയാനുള്ളത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ ഡയോഡ്സിന്റെ ടൈപ്പും അതുപോലെ ട്രാൻസിസ്റ്ററിന്റെ ടൈപ്പും എല്ലാം കണ്ടു. ഇനി നമുക്കുള്ളത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ ട്രാൻസിസ്റ്ററിന്റെയും റെസിസ്റ്ററിന്റെയും കപ്പാസിറ്ററിന്റെയും എല്ലാ കമ്പോണന്റ്സിനെയും കൂടെ ഇൻവോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആക്ച്വലി ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഡിസൈൻ ഇൻവോൾവ്സ് ദ ക്രിയേഷൻ of electronic components such as transistor, resistor, capacitor and the metallic interconnect of these components onto a piece of semiconductor, typically silicon. അതൊരു semiconductor material silicon ആയിരിക്കും. അതിലേക്ക് നമ്മൾ ഈ കമ്പോണന്റ്സുകളെ എല്ലാം തന്നെ, ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണന്റ്സുകളെ എല്ലാം തന്നെ ഒരു മെറ്റാലിക് ഇന്റർകണക്ട് വെച്ച് കണക്ട് ചെയ്യുന്ന ഒരു ഡിസൈനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. IC ഡിസൈൻ നമുക്ക് 2 കാറ്റഗറിയിലുണ്ട്. ഡിജിറ്റൽ IC ഉണ്ട്, അനലോഗ് IC ഉണ്ട്. Digital IC design is to produce components such as microprocessor, FPGA, memory, RAM, ROM, flash. അതൊക്കെ ചെയ്യാനാണ് നമ്മൾ ഡിജിറ്റൽ IC ഡിസൈൻ. അനലോഗ് IC ഡിസൈൻ എന്ന് പറഞ്ഞാൽ is used in the design of op-amp, linear regulator, phase lock, loop, oscillator and active filters. ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അനലോഗ് IC എന്ന് പറയുന്നത്. Okay, so that's about digital IC and analog IC. Okay, so the digital IC യുടെ integrated circuit ന്റെ images ആണ് ഈ കാണിച്ചിരിക്കുന്നത്. Thanks for watching the video. Enjoy learning with Learning.